ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. മാർച്ച് 22-ന് നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സൂപ്പർ പോരാട്ടത്തോടെ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുട്ടി ക്രിക്കറ്റ് ആവേശത്തിന് തുടക്കമാവുകയാണ്. ഇതിനോടകം ടീമുകളുടെയെല്ലാം പരിശീലന ക്യാമ്പുകൾ സജീവമായി കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചതോടെ ഇന്ത്യൻ താരങ്ങളും IPL ടീമുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ടീമിനൊപ്പം ചേർന്നു കഴിഞ്ഞു. സൂര്യകുമാർ നേരത്തെ തന്നെ മുംബൈ ക്യാമ്പിലുണ്ട്. രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡിന് കീഴിലാണ് പടയൊരുക്കം നടത്തുന്നത്. ഇത്തവണ വലിയ മാറ്റങ്ങളോടെ ഇറങ്ങുന്ന രാജസ്ഥാന് വലിയ തലവേദനയായിരിക്കുന്നത് സഞ്ജു സാംസണിന്റെ പരിക്കാണ്. ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്കിടെ കൈവിരലിന് പരിക്കേറ്റ സഞ്ജു ഇതുവരെ രാജസ്ഥാൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാന് ആശങ്കകളുമേറെയാണ്. സഞ്ജു സാംസൺ എപ്പോൾ ടീമിലേക്ക് എത്തും, ഏത് മത്സരത്തിലൂടെയാവും ടീമിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. IPL 2025-ലെ ആദ്യ 2 മത്സരത്തിലും സഞ്ജു സാംസൺ കളിക്കില്ലെന്ന് ഉറപ്പാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം. 23-ന് ഉച്ച കഴിഞ്ഞാണ് ഈ മത്സരം നടക്കുന്നത്. ഇതിൽ സഞ്ജു കളിക്കില്ലെന്ന് നിസ്സംശയം പറയാം. വിരലിനിട്ട ബാൻഡേഡ് ഇതുവരെ സഞ്ജു അഴിച്ചിട്ടില്ല. BCCI കരാറിലുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തി ഫിറ്റ്നസ് തെളിയിക്കാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. ഇവിടെ നിന്ന് NOC കിട്ടാതെ സഞ്ജുവിന് IPL-ൽ കളിക്കാൻ സാധിക്കില്ല. രാജസ്ഥാന്റെ 2ാം മത്സരം 26-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ്. ഈ മത്സരവും സഞ്ജു കളിക്കില്ലെന്നാണ് വിവരം. സഞ്ജുവിന്റെ കൈവിരലിനിട്ട ബാൻഡേഡ് അഴിക്കാൻ 22-ാം തീയതിയെങ്കിലും ആകുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ആദ്യ 2 മത്സരത്തിൽ സഞ്ജു ടീമിനൊപ്പം ഉണ്ടാവില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലൂടെ സഞ്ജു സാംസൺ തിരിച്ചെത്തിയേക്കുമെന്നാണ് വിവരം. ഈ മാസം 30-നാണ് ഈ മത്സരം നടക്കുക. CSK'ക്കെതിരെ മത്സരം രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലൂടെയെങ്കിലും നായകനായ സഞ്ജു സാംസണെ തിരിച്ചു കൊണ്ടുവരേണ്ടത് രാജസ്ഥാന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മത്സരത്തിന് മുൻപ് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായാൽ രാജസ്ഥാനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇത്തവണത്തെ രാജസ്ഥാന്റെ ടീം കരുത്ത് അത്ര ശക്തമാണെന്ന് പറയാനാവില്ല. മെഗാ ലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് അത്യാവശ്യവുമാണ്. എന്നാൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ NOC ലഭിക്കാതെ സഞ്ജുവിന് ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ മടങ്ങിവരവ് വൈകിയാലും അത്ഭുതപ്പെടാനില്ല. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർ റോളിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത് മുന്നിൽ കണ്ടായിരുന്നു രാജസ്ഥാൻ ഇത്തവണയും പദ്ധതികൾ മെനഞ്ഞതും. എന്നാൽ സഞ്ജുവിന് കളിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ ആരെയാവും ഓപ്പണർ ആക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യശസ്വി ജയ്സ്വാളിനൊപ്പം 13-കാരനായ വൈഭവ് സൂര്യവംശിയെ ഇറക്കാനും രാജസ്ഥാൻ പദ്ധതിയുണ്ട്. ഇത് എത്രത്തോളം ക്ലിക്കാവുമെന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാന് വലിയ തിരിച്ചടിയാകും.